അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പള്ളിയിൽ നിന്ന് ബാങ്കുലി ഉയരുന്നു. നമ്മുടെ മിസ്രിയ അതാ നിസ്കാരപ്പായിൽ നിന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാങ്കുലി ഉയർന്നപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സുന്നത്ത് നമസ്കരിച്ചു. അവൾ പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അതിനുശേഷം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. റബ്ബേ അല്ലാഹ് റഹ്മാനെ, എന്ത് കാരണം കൊണ്ടാണ് കുഞ്ഞുവിന് പനി വന്നത്? അത് നീ പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്ക് റഹ്മാനെ. അള്ളാഹുവേ പഠിച്ചവനെ, ഒരു ആപത്തിലും നീ പെടുത്തല്ലേ അല്ലാ. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. നിസ്കാരം കഴിഞ്ഞ ഉടനെ നേരെ അതാ അവൾ തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കക്ക് വിളിക്കുന്നു. അതെ, ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, പള്ളിയിലെ ആളുകളൊക്കെ പോയിട്ടുണ്ടാവോ എന്തോ. ആ നിമിഷം തന്നെ വാഫി ഉസ്താദിനെ വിളിക്കുന്നു. അതെ, പെങ്ങളുടെ ഒരു കോള് ഈ ഒരു സമയത്ത് അവൾ ജസ്റ്റ് ഒന്ന് മിസ് കോൾ ഇട്ടു. അല്ലാ, അതെ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മിസ്ഡ് കോൾ കണ്ടപ്പോൾ, അതും പെങ്ങള്, എൻ്റെ മിസ്രിമോൾ എന്തിനാ വിളിക്കുന്നത്? അല്ലാ, എന്തെങ്കിലും ബുദ്ധിമുട്ട്? വാഫി ഉസ്താദ് ശരിക്കും ഭയന്നു. ആ നിമിഷം തന്നെ അതാ അവൾക്ക് വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ മിസ്രി ഈ സമയത്ത് എന്താ വിളിച്ചത്? വലൈക്കും അസ്സലാം ഇക്ക. എന്താ ഇക്കാൻ്റെ കുട്ടി എന്താ വിളിച്ചത്? ഇക്ക ഒന്നുമില്ല. പിന്നെന്താ മോളെ ഈ സമയത്ത്? അല്ല, ഇവിടുത്തെ കുഞ്ഞൂനെ നല്ല പനിയാണ്. പനിയോ? എപ്പോൾ തുടങ്ങിയതാ? അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, പക്ഷേ അത് ഷിഫി ആയിട്ടില്ല. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. കനത്ത പനി. എത്രയൊക്കെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും അതിലൊന്നൊരു കുഴപ്പവും ഡോക്ടേഴ്സ് കാണുന്നില്ല. ഓരോ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവം, എന്താണാവോ ഇക്ക? ആ, എന്താ മോളെ, എന്താന്നാവല്ലേ, പടച്ച റബ്ബ് ഷിഫി ആകട്ടെ. ആ പിന്നെ മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പിന്നെയുണ്ടല്ലോ, അവന് വീണ്ടും വിവാഹത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടേ വേണം തന്നെ പറയാണ്. എനിക്കിതിൻ്റെ പെങ്ങളെ തന്നെ വേണം, പെങ്ങളിലേക്ക് കെട്ടിച്ചു തരണം, അല്ലെങ്കിൽ കാണാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് എന്തൊക്കെ അനാവശ്യമായ രീതിയിലും സംസാരിച്ചു ഇക്ക. അതെ മോളെ, സത്യം പറഞ്ഞാൽ അവരൊക്കെ വലിയ ആൾക്കാരാണ്, നല്ല പണക്കാരാണ്, എല്ലാം ഉണ്ട്. പക്ഷേ അവരെ സംസാരം കേൾക്കുമ്പോഴേ നമുക്കൊരു ഇടങ്ങാറ്. എന്തൊക്കെയോ വേണ്ടാത്ത രീതിയിൽ എന്നോട് പറഞ്ഞു, പെങ്ങളെ കെട്ടിച്ച് തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ചോദ്യങ്ങളൊക്കെ, വാക്കുകളൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമം തോന്നിയത്. വേണ്ടാത്ത രീതിയിൽ ഒന്ന് രണ്ട് സംസാരങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് അതുകൊണ്ട് വെറുത്തുപോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് നിൽക്കുള്ളൂ, അല്ലാതെ ഒരിക്കലും നിൽക്കൂല എന്ന് പറഞ്ഞു. എന്നാൽ മിസിരിയക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. റബ്ബേ, അപ്പോൾ ഇക്ക, എൻ്റെ ഇക്കയെ ആരെങ്കിലും ഉപദ്രവിക്കോ? ഏയ് ഇല്ല പെണ്ണേ, ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പെങ്ങളുടെ ഇഷ്ടം നോക്കണം, അല്ലാതെ ഓളെ ഇഷ്ടത്തിനല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ മൂപ്പർക്ക് ഭയങ്കര ദേഷ്യത്തിലാണ്, എന്നോട് പലതും അങ്ങനെ പറഞ്ഞു. എന്തായാലും എൻ്റെ പെണ്ണെ മിസ്രി, ഞാൻ എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടത്തിന് മാത്രമേ നിൽക്കുള്ളൂ. എനിക്കിനിപ്പോൾ എത്ര തന്നെ സ്വത്തും സമ്പത്തും വലിയ വലിയ സ്കൂളും കോളേജും ഒക്കെ സ്വന്തമായി ഉണ്ടെങ്കിലും, വലിയ ജ്വല്ലറി ആണെങ്കിലും തുണി ഷോപ്പായാലും ഒക്കെ ഉണ്ടെങ്കിലും, കോടീശ്വരനായാലും എനിക്കെൻ്റെ പെങ്ങളുടെ ഇഷ്ടമാണ് വരുത്. പൊന്നുമോളെ, അതെ, ചെറ്റക്കുടിലാണെങ്കിലും കൂലിപ്പണിയാണെങ്കിലും, അതെ, ഈ ആങ്ങള എൻ്റെ പൊന്നുമോൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കെട്ടിച്ചു തരുള്ളൂ, അല്ലാതെ ഒരുപാട് സ്വത്തും മുതലും കണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുട്ടിയുടെ ഇഷ്ടം ഇക്ക മാനിക്കാതിരിക്കൂല കേട്ടോ. മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു. ഇക്ക, മോളെ, പിന്നെ എന്താ അവൻ്റെ എന്താ തീരെ വയ്യേ? പഠിച്ചോനെ പെട്ടെന്ന് ഷിഫ നൽകട്ടെ. ഏതായാലും എന്ത് കാരണമാവല്ലേ? ഒന്നുമില്ല ഇക്ക, പനിച്ചതാണത്രേ. ഓ, ഡോക്ടേഴ്സ് അസുഖം കാണുന്നില്ല. മോളെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഡോക്ടർമാർക്ക് അസുഖം കാണുന്നില്ലെങ്കിൽ പിന്നെ ആത്മീയ ചികിത്സ നോക്കൽ അത്യാവശ്യമായിരിക്കും. കാരണം പല അസുഖങ്ങളും മാറും നമ്മുടെ ഖുർആൻ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വെറും ഈ മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. എന്തായാലും വീട്ടുകാരോടൊക്കെ പറയാം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ കേട്ടോ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ
കുഞ്ഞു അതീവ സീരിയസ് വിഭാഗത്തിലാണ്. ഡോക്ടർമാർ പാതിരാത്രിയിലും വന്ന് നോക്കി. അതെ, അത് എന്താ കാരണം അറിയുന്നില്ല, ചുട്ടുപൊള്ളുന്ന പനിയാണ്. ഈ രീതിയിൽ പനിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുട്ടോ. ഇനി നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ റെഫർ ചെയ്യാം. കാരണം അത്രക്കും അവശനായിട്ടുണ്ട് കുട്ടി. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. എത്ര ഗ്ലൂക്കോസ് കയറ്റി, എന്താ അതീവ ശക്തമായ പനിയാണ്. എന്നാൽ മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ള ആ ഒരു വാക്ക് വന്നപ്പോൾ ഷമ്മാസ് ഉമ്മ പറഞ്ഞത് ഓർത്തു. അതെ, ഉമ്മ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴെന്നെ അത് ചെയ്താൽ മതിയായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇന്നും കൂടെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പഠിച്ച റബ്ബേ, ഒന്നുമില്ലാഞ്ഞാൽ മതിയായിരുന്നു അള്ളാഹുവേ. അതായിരുന്നു ഷമ്മാസിൻ്റെ ആഗ്രഹം. കുഞ്ഞു ഇക്ക കുറച്ച് ചായ കൊണ്ടുവരട്ടെ? വേണ്ട. അതെ, അവൻ്റെ ചുണ്ടും നാവുമൊക്കെ വല്ലാതെ ഉണങ്ങുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഫസീല. ഷാമോനെ, എന്തായിടാ കുഞ്ഞുവിൻ്റെ വർത്താനം? ഇത്താ, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും സുഖമില്ല, ഏറെയാണ് എന്ന് പറഞ്ഞതേ ഇല്ല. എന്തിനാണ് ആ പാവപ്പെട്ട് മാതാപിതാക്കളെയൊക്കെ ഇടങ്ങാറാക്കുന്നത് എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ. ഒന്നുമില്ല, അതൊക്കെ ശരിയായിക്കോളും, ഒക്കെ കുറവുണ്ട്. ഉമ്മ, കുറവുണ്ടത്രേ. ഉപ്പ, കുറവുണ്ട് കേട്ടോ. അല്ലാ, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. മോനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആരാ മോളെ ഉണ്ടാകുക? ഉപ്പ, നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട, ഒന്നും ഉണ്ടാവില്ല നമ്മളെ കുട്ടിക്ക്. അല്ലാ, എൻ്റെ കുട്ടീനെ കാത്തുരക്ഷിക്കേ. ആ പിതാവും മാതാവും കരയുകയായിരുന്നു. എന്നാൽ ഫസീലയും ആകപ്പാടെ ബേജാറായി. എന്താ റബ്ബേ എൻ്റെ കുട്ടിക്ക് പറ്റിയതാവോ? എന്നാൽ ഈ സമയം അതാ ഡോക്ടർ വന്നു. അത് പേഷ്യൻ്റ് കുറച്ച് സീരിയസ്ലി ആണ്, നമുക്ക് വേറൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് മാറ്റാം, കാരണം ഇവിടെ അതിനുള്ള ഈ സംവിധാനമില്ല. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. എന്നാൽ ഈ സമയം അത് ഐഷുമ വിളിക്കുന്നു. മോനെ, എന്തായിടാ, സുഖമുണ്ടോ? ഉമ്മ, കുറച്ച് സീരിയസ് ആണ്, പിന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനേക്കാളും വലിയ ഹോസ്പിറ്റൽ കൊച്ചിയിൽ അവിടെയൊക്കെ എന്താ മോനെ ഒരു പറയുന്നത്? ഉമ്മ, അസുഖം കാണുന്നില്ലേ, പനിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ആകെപ്പാടൊരു പിടുത്തം വിട്ട സീനാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയോ അവന് ഒരു ശരിക്കും ഈ ലോകത്തല്ല എന്നുള്ള രീതിയിലാണ് അവൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അവസ്ഥ. മോനെ, എൻ്റെ കുട്ടീനോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഉമ്മ, ആ രാത്രി. മോനെ, ഇനിയിപ്പോൾ റെഫർ ചെയ്യട്ടെ. എൻ്റെ കുട്ടി തൽക്കാലം ആംബുലൻസ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂട്. മുഹ്സിൻ തങ്ങളെ വീട്ടിലേക്ക്. അവിടെ തിരക്കായി തുടങ്ങുന്നതിന് മുമ്പ് ഉമ്മാൻ്റെ കുട്ടി അങ്ങോട്ട് ചെല്ലേ കേട്ടോ. ഇനിയിപ്പോൾ എത്ര തിരക്കാണെങ്കിലും എൻ്റെ കുട്ടി കൊണ്ടുവന്നാൽ കയറ്റുമല്ലോ ഉമ്മ. അപ്പോൾ എന്നാൽ ഡോക്ടർ പറഞ്ഞു, അതെ, നിങ്ങൾ റെഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഈ ഗ്ലൂക്കോസ് കാര്യങ്ങളൊന്നും ഇതാക്കാൻ പറ്റൂല കേട്ടോ. ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ വേണം. അതീവ അവന് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഒരു ഹൃദയമിടിപ്പ് മാത്രമേ ഉള്ളൂ. അത്രയും പനിച്ച് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കൊന്നും വേണ്ട. അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എത്തിക്കഴിയുമ്പോൾ ഏതായാലും പ്രാർത്ഥിക്കുക. കാരണം എപ്പോഴാണ് എന്താ ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരുടെ സ്ഥിതിയല്ലേ. ഡോക്ടർമാർ വരെ കൈയൊഴിഞ്ഞ സംഭവം. മറ്റു ഡോക്ടർമാരെല്ലാം വന്നു നോക്കി, പക്ഷേ അവരൊക്കെ കൈയൊഴുകുകയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതെ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാണ്. ഷമ്മാസ് പെട്ടെന്ന് തന്നെ ഉമ്മ പറഞ്ഞ കാര്യം ഓർത്തു. നേരെ അതാ മുഹ്സിൻ തങ്ങളുടെ വീട്ടിലേക്ക് വിടാമെന്നും വിചാരിച്ചു. ആംബുലൻസ് ഡ്രൈവറോട് കാര്യങ്ങൾ പറഞ്ഞു. അതെ, അതിനു മുമ്പൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. എന്താ, ഹോസ്പിറ്റലിലേക്കല്ലേ ഈ കേസ് കൊണ്ടുപോകേണ്ടത്? പെട്ടെന്ന് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യം. അല്ല സർ, അത് എനിക്കൊരു അത്യാവശ്യം കാര്യമുണ്ട്. അങ്ങനെ അവർ നേരെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നപ്പോൾ ഷമ്മാസ് പറഞ്ഞു, സർ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അത് എൻ്റെ വണ്ടിയിൽ കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലൂക്കോസ് അത് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു, അതെ, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ അല്ലേ കൊണ്ടുപോകുന്നത്? ഈ പേഷ്യൻറ്റിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തൊക്കെ തന്നെയോ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനേ പറ്റില്ല. ആദ്യം ശ്രദ്ധിച്ചോളാം. ഷമ്മാസ് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് വണ്ടിയുടെ ഒരു ഭാഗത്തായി തൂക്കിയിട്ടു. കുഞ്ഞുവിനെ എവിടേക്ക് കിടത്തി. നേരെ അവൻ്റെ ആ ഒരു റിപ്പോർട്ടും കാർഡും എല്ലാം എടുത്തുകൊണ്ട് നേരെ പോകുന്നു. അതെ, അധികം വൈകിപ്പിക്കണ്ട കേട്ടോ. അപ്പോഴും അവർ വിളിച്ചു പറഞ്ഞു, ഇല്ല,
അപ്പോഴേക്കും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഇവർ റെഫർ ചെയ്യുകയാണെന്ന് വിളിച്ച് പറഞ്ഞു, ഒരു പേഷ്യൻ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈ സമയം അവൻ പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു, നേരെ മുഹ്സിൻ തങ്ങളുടെ വീട്ടിലേക്ക്. മുഹ്സിൻ തങ്ങളുടെ വീട്ടിലേക്ക് അത്യാവശ്യം രാവിലെ തന്നെ വരി ഗേറ്റിനപ്പുറം എത്തിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഷമ്മാസ് വണ്ടി കുറച്ച് അപ്പുറത്ത് നിർത്തി. മോനെ, എന്തായിടാ? ഉമ്മ ആ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്. ഉമ്മ, പഠിച്ചോനെ, എന്താ റബ്ബേ കുട്ടിക്ക് പറ്റിയതാവോ? ശരിക്കും ഐഷുമ്മക്ക് വല്ലാത്ത വിഷമായി. മോളെ മിസ്സിയെ, നമുക്കിടയിൽ അവർക്കൊന്ന് പോയി നോക്ക്, എല്ലാവർക്കും കൂടി വാ. മിസ്സിരിയെ, മോളെ നുസിയെ, വരി, ഒന്ന് പോയി നോക്കുക പോലെ വീട്ടിക്ക്. അപ്പോൾ തന്നെ അതാ അവർ ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ടെത്തി ഫസീലയുടെ വീട്ടിലേക്ക്. ഫസീലയും ഉമ്മയും എപ്പോഴും കരയുകയായിരുന്നു. ഉമ്മ, ഞങ്ങളെ കുഞ്ഞുവിന് എന്താ പറ്റി എനിക്കറിയില്ല ഉമ്മ. എൻ്റെ കുഞ്ഞു പാവമാണ് ഉമ്മ. അവനായിരുന്നു ഈ വീട് നോക്കി നടത്തേണ്ടത്. എന്താ ഉമ്മ ചെയ്യുക? ഞങ്ങൾക്ക് വല്ലാത്തൊരവസ്ഥയായി പോയമ്മ. ദുആ ചെയ്യ്. അതെ, ഫസീലയ്ക്ക് കരയാണ്. എന്നാൽ ഈ സമയം ആ ഉപ്പ പറഞ്ഞു, എൻ്റെ കുട്ടിയാണ് ഞങ്ങളെ വീടിൻ്റെ തണി. എല്ലാം നോക്കണം എൻ്റെ കുട്ടിയായിരുന്നു. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ റബ്ബേ, എങ്ങനെ ഞങ്ങൾ ആലോചിച്ചൂട റബ്ബേ. എൻ്റെ കുട്ടീനെ കൊണ്ടുപോകല്ലട്ടയ്യേ, അതിൻ്റെ മുമ്പ് എന്നെ കൊണ്ടുപോയിക്കല്ല. എൻ്റെ കുട്ടി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഓനക്ക് നീ ബുദ്ധിമുട്ടൊന്നും ആക്കല്ല അല്ല. ആ പിതാവും മാതാവൊക്കെ ദുആ ചെയ്യാണ്, ഐഷുമ്മയൊക്കെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ മിസ്രിയ പറഞ്ഞു, ഇത്തങ്ങൾ കരയില്ലേ, നമുക്ക് ദുആ ചെയ്യാം പഠിച്ചവനോട്. പഠിച്ച റബ്ബിനോട് ദുആ ചെയ്താലല്ലേ അള്ളാഹു അത് സ്വീകരിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൾ അത് പറയുന്നു. നുസൈബയും ആശ്വസിപ്പിക്കുന്നു. അവരൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മിസ്രിയും നുസൈബയും അവർക്ക് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് അത് എടുത്തു കൊണ്ടുവന്നിരുന്നു. അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. ആ ഉമ്മക്കും ഉപ്പക്കും ഗുളിക കുടിക്കുന്നവരാണ് അവർ. എന്നിട്ട് പോലും പഠിച്ചവനെ വല്ലാത്തൊരവസ്ഥ തന്നെ. ശരിക്കും അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് റബ്ബേ ആവുന്നത്. പഠിച്ചവനെ ഒന്നും സംഭവിക്കരുതേ. എല്ലാവരും അതിനു വേണ്ടി ദുആ ചെയ്യുന്നു. എന്നാൽ ഈ സമയം ഐഷുമ്മ ചോദിച്ചു, മോനെ എന്നിട്ട് എന്തായി, എവിടെ എത്തിപ്പോ? ഞങ്ങൾ മുഹ്സിൻ തങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടുമ്മ. ആണോ? പഠിച്ചവനെ, അള്ളാ എന്തുണ്ടെങ്കിലും മൂപ്പര് പറയാതിരിക്കൂല. എന്നാൽ ഷമ്മാസ് അതാ വഴിയിൽ കാർ നിർത്തി പെട്ടെന്ന് ഓടുന്നു മുഹ്സിൻ തങ്ങളുടെ അടുത്തേക്ക്. എന്നാൽ അപ്പോഴേക്കും അവിടെയുള്ള ആളുകളൊക്കെ, ഇതെന്താ ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് ഇങ്ങനെ ഓടുന്നത്? ഇങ്ങനെ ഓടാൻ പറ്റൂലല്ലോ, എല്ലാവരും വെയിറ്റ് ചെയ്യാനാണ്. എപ്പോൾ വന്നിക്കണ? സുബഹി നമസ്കരിച്ച് വന്നതാണ് ഞങ്ങളൊക്കെ. അതിന് മുമ്പ് തന്നെ വന്ന് കൂടുന്നവരും ഉണ്ട് ഇവിടെ. എന്താ നിങ്ങളിങ്ങനെ തലേന്ന് വന്ന് നിൽക്കണവർ വരെ ഉണ്ട് തങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇത്ര ധൃതി പിടിച്ച്, അത് ഒരു സീരിയസ് പ്രശ്നമാണ്. എന്നാൽ പറഞ്ഞു, എന്തോ സീരിയസ് ഉണ്ടല്ലോ, പാവായിക്കോട്ടല്ലേ. എന്നാൽ അദ്ദേഹം നേരെ അതാ മുഹ്സിൻ തങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 ടോക്കൺ കൊടുക്കുന്ന ആളുകൾ, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, അവിടെ പോയി നിൽക്കൂട്ടോ, ഇവിടെ ഒരുപാട് ആളുകളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക തന്നെയാണ്, എല്ലാവരും സീരിയസ് തന്നെയാണ്. എന്നാൽ അവർക്ക് ഷമ്മാസിനെ അറിയില്ലായിരുന്നു. അത് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഒന്നും കണ്ടാൽ മാത്രം മതി, ഒന്നും പറയണ്ട, എനിക്കൊന്ന് കണ്ടാൽ മതി. എന്നാൽ അപ്പോഴേക്കും, അതെ ഇവിടെ ഒരാൾ നിങ്ങളെ കാണുവാൻ വേണ്ടി തിരക്കൂടുന്നുണ്ട്. മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയും, എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ, എന്താ അത്യാവശ്യം തീണ്ടോ, നിങ്ങളെ കണ്ടാൽ മതി എന്നാണ് പറയണത്. ഓ അങ്ങനെയാണെങ്കിൽ ഒന്ന് കടത്തി വിട്. എന്നാൽ ഷമ്മാസ് അതാ നേരെ ആ റൂമിലേക്ക് വാതിലിനുള്ളിലൂടെ ഒന്ന് നോക്കി. പെട്ടെന്ന് മുഹ്സിൻ തങ്ങൾ, അല്ലാ എൻ്റെ ഷമ്മാസോ, ഇങ്ങോട്ട് വാടാ മുത്തേ, എന്താ നീ ആയിരുന്നോ? പഠിച്ചോനെ, ഞാൻ അറിഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തന്നെ മുഹ്സിൻ തങ്ങൾ എഴുന്നേറ്റ് സലാം പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. എന്താടാ, എന്തു പറ്റി? അത് അത്യാവശ്യമാണ്, ഒരു കേസ്, പനിയാണ് ഭയങ്കര ശക്തമായ, ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് നേരെ ഇങ്ങോട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഉമ്മ ഇന്നലെ പറഞ്ഞ് കൊണ്ടാകാം, പക്ഷേ ഞാനിനി ഗ്ലൂക്കോസ് കയറിക്കോട്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഒരു സുഖമില്ല, പനിക്കൊരു കുറവുമില്ല. എവിടെ കുട്ടി? എന്നാൽ മുഹ്സിൻ തങ്ങൾ വേഗം എഴുന്നേറ്റ് ആ കാറിനടുത്തേക്ക് ചെന്നു. എന്നാൽ മുഹ്സിൻ തങ്ങൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു പ്രശ്നം. എൻ്റെ പൊന്നു ഷാമോനെ, പ്രശ്നം കുറച്ച് ഗുരുതരാണല്ലടാ. എന്താടാ കുട്ടിക്ക് പറ്റിയത്? എന്തിനാ കുട്ടീനെ കല്യാണം കാണാൻ നോക്കുന്നുണ്ടോ? ഏയ് ഇല്ല. അല്ല, കുട്ടിക്ക് ആരോടെങ്കിലും ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും ഇല്ലില്ല. ഓ പിന്നെ എന്താ, അല്ലേ കുട്ടി കല്യാണം കഴിക്കാൻ
ആയൊക്കെ ചെയ്തേക്കണു. പക്ഷേ അദ്ദേഹം പിന്നെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാൽ രണ്ടുപേരോട് പറഞ്ഞ് അവരെ ഒരു പ്രത്യേകമായ റൂമിലേക്ക് മാറ്റുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അതാ നമ്മുടെ കുഞ്ഞുവിനെ 2-3 പേർ താങ്ങിപ്പിടിച്ച് നല്ല സുഖസുന്ദരമായ റൂമിലേക്ക് മാറ്റി. മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, ഓന് ഒന്നും വേണ്ട, ഗ്ലൂക്കോസൊക്കെ മതി, എടുത്തിച്ചാണ്. ഷമ്മാസ് ശരിക്കും അത് നോക്കി. എന്താ കുട്ടീൻ്റെ പേര് പറഞ്ഞത്? അവൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ഉമ്മാൻ്റെ പേര് അതും പറഞ്ഞു കൊടുത്തു. ഓ എടാ, എനിക്ക് ഈ സമയത്ത് ഇവിടെ എത്തിക്കാൻ തോന്നിയതാണ്. പഠിച്ച റബ്ബ് കാത്തു. നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിലേ ബാക്കി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അത്രക്കും വലിയൊരു പ്രശ്നമാണ് കുട്ടിക്കുള്ളത്. സാരല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ശിഫ നൽകട്ടെ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആളുകളെ കൊണ്ട് എന്തൊക്കെയോ ചികിത്സകൾ ചെയ്യിപ്പിച്ചു. അതിനിടയിൽ അതാ കുറച്ച് ഉസ്താദ് കുട്ടികൾ അവൻ്റെ ചുറ്റുഭാഗത്തും ഇരുന്ന് ഖുർആൻ പാരായണവും ഓതി തുടങ്ങി. അള്ളാഹുവേ, നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് കാവലിനെ ഞാൻ തേടുന്നു അല്ലാ എന്ന് പറഞ്ഞു. മുഖത്തേക്ക് വെള്ളം തെളിച്ചു. അല്പം വെള്ളം ചുണ്ടിൽ നനച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അനങ്ങാതെ ആട്ടും മനക്കുമില്ലാതെ ഇരുന്നിരുന്ന കുഞ്ഞു അതാ അല്പം പതുക്കെ കണ്ണു തുറന്നു. വെള്ളം വെള്ളം. ഷാമോൻ അത് കേട്ട് ഞെട്ടി. കുഞ്ഞു, എടാ മോനെ. ഷാമോൻക്കാ. മുഹ്സിൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ പടച്ചോനായിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചു കേട്ടോ. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ കൈവിട്ട് പോരുന്നു മോനെ. കാരണം എത്രയോ തെറ്റായ പ്രവർത്തികൾ ചെയ്ത് നടക്കുന്ന ഈമാനില്ലാത്ത കുറേ ആളുകളുണ്ട്. അവരൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണത്. അതും ഇവനെ അല്ലടാ, എന്താ ഇവനെ വിവാഹം നോക്കണെന്തേ ഉണ്ടോ? അല്ല, ഇവൻ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ടോ? അങ്ങനെ ഉണ്ടോ? അത് ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു, മിസ്രിയെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തോ ആവോ. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊന്നുമല്ല, ഇവൻ ആഗ്രഹിച്ച പെണ്ണിനെ മറ്റൊരുത്തൻ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിച്ചത് കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ഒരിക്കൽ പോലും ഇവർ സമ്മതിക്കില്ല എന്നായപ്പോൾ എന്തോ ഒരു പണിക്ക് വേണ്ടി ശ്രമിച്ചതാണ്. അത് ഇവനെ ഇല്ലാതാക്കിയിട്ടെങ്കിലും അവളെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് ആരോടും വല്ലാതെ പറയൊന്നും വേണ്ട. ഏതായാലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. 2 ദിവസം കുഞ്ഞിവിടെ കിടക്കട്ടെ കേട്ടോ. കാരണം നല്ല ശരീരത്തിനൊക്കെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നു. പനിയാണ്. ആ പനി ഓരോ ഞരമ്പിനെയും തളർത്തുന്ന രീതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. കാരണം ഒന്നിനും മടിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് ഈമാൻ അവർക്ക് ദുനിയാവ് മാത്രം മതി എന്ന് ചിന്തിക്കണോലായിരിക്കും. അങ്ങനെ ചില ടീംസ് ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ദുനിയാവിലെ സുഖം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ പെട്ട ഒരാളുകൾ ആരാണ് എന്നാലും പറയൂ. എൻ്റെ പൊന്നു ഷാമോനെ, അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വന്ന അസുഖം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ വേറൊന്നും വേണ്ടല്ലോ. അതെ, അത് മതി, വേറൊന്നും വേണ്ട. അവൻ്റെ അസുഖം ഒന്ന് മാറി കിട്ടിയാൽ മതി. എന്നാൽ അതാ കുഞ്ഞ് കണ്ണു തുറന്നു. ഷാമോൻക്കാ എന്ന് വിളിച്ചു. മോനെ. കുഞ്ഞു തന്നെ ഞാൻ വിളിക്കാം. കുഞ്ഞു, എന്നെ മനസ്സിലായോ? ഇതേ ഷാമോൻ്റെ കൂട്ടുകാരനാണ് മുഹ്സിൻ തങ്ങൾ. ഞങ്ങളൊരുമിച്ച് പുത്തൻവീട് തറവാട്ടിലൊക്കെ പോയിരുന്നു. ഞാനവിടെ നിൽക്കാറൊക്കെ ഉണ്ട്. ഐഷുമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവിടെ കിടന്നിട്ടുണ്ട്. അറിയില്ലേ? അല്ല മോനെ, ഇപ്പം മോനക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ശരീരത്തിൽ ഒരു ചെറുതായൊരു ക്ഷീണം. അതൊക്കെ മാറിക്കോളും മോനെ കേട്ടോ. ഒന്നും കുഴപ്പമില്ല. 2 ദിവസം അവിടെ കിടക്കും കേട്ടോ. എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ സമയം ഉമ്മ വിളിക്കുന്ന ഷാമോൻ്റെ ഫോണിക്ക്. മോനെ എന്തായി? ഉമ്മ അൽഹംദുലില്ലാ റാഹത്തായി, കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പനിയൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായൊരു ക്ഷീണമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക്, അതെ നമ്മളെ കുട്ടീൻ്റെ അസുഖമൊക്കെ ഷിഫ ആയിക്കണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞ മുസ്ലിം തങ്ങൾ എടുത്തൊക്കെ കൊണ്ടുപോകാം. നല്ല ഫലമാണ് എൻ്റെ അടുത്ത്. അത് ഒരാൾ ഉപദ്രവിക്കൂല. ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് വന്ന അസുഖം അതാണ്ട് അത് ഷിഫയാക്കി തരും എന്ന് വെച്ചാൽ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് അങ്ങനെ ഡോക്ടർമാർക്ക് എത്ര പോയിട്ട് മാറാത്ത അസുഖം അതിൻ്റെ അടുത്ത് പോയ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് അത് മാറുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്.
ആ അതെ, പിന്നുണ്ടല്ലോ നല്ല ഫലാണ് എല്ലാത്തിനെയും. ഒരാളെ ഉപദ്രവിക്കും കഷ്ടപ്പെടുത്തൊന്നുമില്ല, നമുക്ക് വന്നത് മാറ്റിത്തരും ഉമ്മ. അതേ മോളെ ഫസീല, മോള് വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ ഇത് കേട്ട് മിസിരിയ അതാ പഠിച്ചോനെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നുസൈബയും മിസിരിയും പഠിച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ നുസൈബക്കും അതാ ഷാമോൻ വിളിച്ചു. ഹലോ നുസൈ, ഇക്ക സുഖമായോ? അൽഹംദുലില്ലാ, ഇപ്പോൾ സുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, എന്നാൽ വിളിക്കാം കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ കുഞ്ഞുവിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു. അവൻ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് അവന് വിശപ്പ് അനുഭവപ്പെടുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നു. പഴയ രീതിയിലേക്ക് പതുക്കെ അങ്ങ് മാറും. കാരണം പെട്ടെന്ന് മാറാൻ കഴിയില്ല, കാരണം അത്രക്കും വലിയ രീതിയിലുള്ളതാണ് അവന്. കുറച്ച് ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. നുസൈബയോട് ഉമ്മ ചോദിച്ചു, മോളെ ആരാടി? അതി ഷാമോനാണ്. ഷാമോൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നല്ല സുഖമുണ്ട് എന്നാണ്. എൻ്റെ പൊന്നാര മക്കളെ, മുസ്ലിം തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില്ലറ ഒന്നല്ല ഇട്ടത്. അതെ, അതിൻ്റെ അടുത്ത് ഒരു പെണ്ണ് കല്യാണം ശരിയാകാതെ പോയല്ലോ, ഒരു ഉമ്മ കുട്ടീനായിട്ട് ചെന്നു പറഞ്ഞു. ചെന്നേക്ക് പറഞ്ഞല്ലോ, എൻ്റെ മോൾക്ക് കല്യാണം ശരിയാണേ ഇല്ല, കുറേ ആൾക്കാർ കാണാൻ വന്നു, ശരിയായിട്ടില്ല ഇതുവരെ. കുട്ടിക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലേനും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക ശേഷിയും ഒക്കെ ഉണ്ട്. കല്യാണം ശരിയായിട്ടില്ല, നിങ്ങൾ കല്യാണം ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ അത് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞല്ലോ, അതെ ഉമ്മ മോളെ, ഈ കുട്ടിക്ക് ഇതിൽ കല്യാണം കാണുന്നില്ല, ഞാൻ ദുനിയാവിൽ വെച്ച് അവൾക്കൊരു കല്യാണമില്ല, അത് ഇനി ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ വെച്ചായിരിക്കും കല്യാണം എന്ന് പറഞ്ഞത്രേ. അത് പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി, അങ്ങനെ എത്രയോ ആളുകളുണ്ടല്ലോ മംഗല്യഭാഗ്യം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കയ്യിൽ പെട്ടു ചെറിയൊരു മനസ്സിന് നല്ല വിഷമമൊക്കെ വന്നു. എന്നാലും തങ്ങൾ പറഞ്ഞല്ലേ, എന്നാലും ദുനിയാവിൽ ആഖിറത്തിൽ വെച്ചാണ് അവളെ കല്യാണം, ദുനിയാവിൽ വെച്ചില്ല അവൾക്ക് കല്യാണം, ഇതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ നിരാശയൊക്കെ ഉണ്ടേ. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ആ പെണ്ണ് പടച്ച റബ്ബിൻ്റെ അടുത്തേക്ക് യാത്രയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് കുറച്ച് ദിവസമുള്ളിരുന്നു ആ പെണ്ണ് മരിക്കാൻ. അത് ദുനിയാവിൽ വെച്ച് കല്യാണമില്ല, മരണപ്പെട്ട് പോയി. ബീവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മോളിങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കതിൽ കാണുന്നില്ല, ദുനിയാവിൽ വെച്ചൊരു വിവാഹം ആ കുട്ടിൻ്റെതായിട്ട് നടക്കുന്നത് അതിൽ കാണുന്നില്ല, അതൊക്കെ പടച്ച റബ്ബ് ഓരോന്ന് വിധിച്ചതായിരിക്കുമല്ലോ. വൈകാതെ ആ പെൺകുട്ടി മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൊന്നാര മക്കളെ, ചില്ലറൊന്നല്ല. നമ്മൾ വിചാരിക്കും മനുഷ്യന്മാർക്ക് ഒന്നിനും കഴിയൂല ഒക്കെ വിചാരിക്കും, പക്ഷേ അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് ചിലർക്ക് അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ കഴിയും. ഇതൊക്കെ പഠിച്ചവരൊക്കെ പഠിക്കണല്ലേ, പഠിച്ച് കിതാബൊക്കെ ഓതി ഉണ്ടാകണല്ലേ, അതുകൊണ്ട് അതൊക്കെ ഓൽക്ക് പഠിച്ച റബ്ബ് അറിയിച്ചു കൊടുക്കും. നമുക്കും പഠിച്ച അതൊക്കെ അറിയാലോ, ഒരു മനുഷ്യൻ്റെ കാര്യങ്ങളും ഇതൊക്കെ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ റബ്ബേ. എന്നാൽ അത് കേട്ടപ്പോൾ അവർക്കൊക്കെ വിഷമായി, റബ്ബേ കുഞ്ഞുവിൻ്റെ കാര്യത്തിൽ കുഞ്ഞുവിന്. എന്നാൽ ഈ സമയം അതാ ഐഷുമ്മാക്ക് അതാ വിളിക്കുന്നു ഷാമോനെ. ഉമ്മ, ആ മോനെ എന്തേ കുഞ്ഞുവിൻ്റെ വർത്താനം? ഉമ്മ കുറച്ച് വിട്ടുന്നാണ് അവിടെ അടുത്ത് ആളുകളുണ്ടെങ്കിൽ. എന്തേ മോനെ ഞാൻ ഇങ്ങോട്ട് മാറിയിക്കണേ? എൻ്റെ പൊന്നുമ്മ, അവന് അസുഖം വേറൊന്നുമില്ല, ചോദിച്ചത് ഇങ്ങനെ ഈ കുട്ടീനെ കുറിച്ച് കല്യാണം പറഞ്ഞിരുന്നു എന്നാ. അവൻ സ്നേഹിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ, ആ കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊക്കെ പറഞ്ഞത്. പഠിച്ചോനെ എന്നിട്ടോ? ഞാൻ പറഞ്ഞു, അത് കല്യാണം എന്ന് വെച്ചാൽ അങ്ങനെ വിവാഹം അല്ല, ആരോ കല്യാണം ചോദിച്ചിരുന്നോ, ചോദിച്ചപ്പോൾ ആങ്ങളെ പറഞ്ഞത്ര ഇങ്ങനെ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ അതിൽ ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അല്ലാഹു ആലം. പഠിച്ച റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഇനിയിപ്പോൾ മിസിരിനോട് ഇത് പറയൊന്നും വേണ്ട കേട്ടോ. എന്നാൽ ഈ സമയം തന്നെ ഷമ്മാസ് അതാ വാഫിയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. അല്ല വാഫിസ്താദേ, നമ്മളെ മിസിരിക്ക് കല്യാണത്തിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നു? ആ പറഞ്ഞല്ലോ ഞാൻ. അതെ പറഞ്ഞിരുന്നു, നമ്മളെ സ്കൂളിലും കോളേജിൻ്റെ ഒക്കെ പ്രിൻസിപ്പളാണ്, അങ്ങനെ നല്ല സ്വത്ത് മുതലൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ഷാമോൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം ഓളെ ഇഷ്ടത്തിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാര്യമായിട്ട് ഓളോടൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു. എന്നാൽ എൻ്റെ പൊന്നു വാഫി, ഞാൻ പറയട്ടൊരു കാര്യം, ഇപ്പോൾ ആരോടും പെങ്ങളോടൊന്നും പറയുന്നൊന്നും വേണ്ട. അതായത് വിവാഹം അന്വേഷിച്ച ആളുകൾ എന്ന് വെച്ചാൽ അവരല്ലേ, അവർ ഇവനെ കൊണ്ട് ഒരിക്കലും ഓളെ വിവാഹം നടക്കരുത്,
അതുപോലെ ഒരിക്കൽ പോലും അവർ തമ്മിൽ ഒരുമിക്കരുത്, അതിനു മുമ്പേ അവൻ ഇല്ലാതായി തീരണം എന്ന് വിചാരിച്ചിട്ട് എന്തോ കാര്യപ്പെട്ടൊരു പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും വാഫി ഉസ്താദ് ഒന്ന് ഞെട്ടി. പഠിച്ചോനെ ഇന്നാലില്ല, റബ്ബെ എന്തൊക്കെയാണ് ഞാൻ കേൾക്കണത്. അതെ ഞാൻ പറയണത് എന്താ നീ ചെയ്യേ, ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഇൻഷാല്ലാ ഞാൻ വരട്ടെന്ന് അങ്ങോട്ട്. പഠിച്ചോനെ വല്ലാത്തൊരു, അതെ എന്നോട് വീണ്ടും വീണ്ടും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ എൻ്റെ പെങ്ങളെ ഇഷ്ടത്തിന് നിൽക്കുള്ളൂ, അല്ലാതെ കുറേ സ്വത്തും മുതലും സമ്പത്തും കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും അവളെ ഞാൻ ബലിയാടാക്കില്ല, ഓളെ ഇഷ്ടത്തിനെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പറഞ്ഞു, ഗർഭിണിയാകുമ്പോൾ കാണാം നിനക്ക് മോള്. അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് പിടിച്ച്. എൻ്റെ പെങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളെ പാട്ടിന് പോയിക്കോളൂ, എനിക്ക് എൻ്റെ പെങ്ങളെ ഇഷ്ടത്തിന് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനും ദേഷ്യം പിടിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് അനാവശ്യം പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. അപ്പോൾ ശരി, അപ്പോൾ അത് തന്നെ സംഭവം. അപ്പോൾ അവർ ഒരിക്കൽ പോലും ഓൾ സ്നേഹിക്കുന്ന ചെക്കന് നിലവിൽ നിൽക്കരുത് എന്നോ ഇവിടെ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ രീതിയിലുള്ള എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പഠിച്ചവനെ വല്ലാത്തൊരു പുതുമ. എന്താ റബ്ബേ ഇവരിങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ അവരോടൊന്നും പറയാൻ ചോദിക്കാൻ നിൽക്കണട്ടോ, അവരൊന്നിനും മടിക്കാത്തതോ ഈമാനില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. ദുനിയാവ് മാത്രം മതി എന്ന് കരുതി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അതെ, അവർ അത്രക്കും മോശമായ ആൾക്കാരായിരിക്കും. ഒരിക്കൽ പോലും നമ്മളെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ആയത്ത്, ആ കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അത് ഖുർആനിലുള്ളതാണ്. പഠിച്ചവനെ അങ്ങനത്തെ പല പ്രവർത്തികളും ചെയ്യുന്നവരുണ്ടാവും. ഏതായാലും കുഞ്ഞുന് ഇപ്പം അല്പം ഒന്ന് മാഷാ അല്ലാഹ് സുഖമുണ്ടോ? അതെ, തലന്ന് പൊങ്ങിക്കണ്, ഒന്ന് മുഖത്തെടുത്ത് തെളിച്ചൊക്കെ വരുന്നുണ്ട്. ചുറ്റുഭാഗത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ശിഷ്യന്മാരൊക്കെ എന്നോട് പറഞ്ഞൊരു നിമിഷം പിഴച്ചിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു, അവിടേക്ക് വന്നപ്പോൾ ഓക്സിജന് വെച്ച് ശ്വാസം പോലും നിലക്കുന്ന രീതിയിലായിരുന്നു, അത്രയ്ക്ക് ശക്തമായ പനി. ഇപ്പോൾ അതൊക്കെ തങ്ങൾ തന്നെ എടുത്തിട്ട് അതിൻ്റേതായ രീതിയിലൊക്കെ അവർ നോക്കുന്നുണ്ട്. അല്ലാ പഠിച്ചോനെ, ശരിക്കും വാഫി ഉസ്താദ് ആകെ തളർന്നു പോയി. ഷാമോനെ എന്താ ഞാൻ ചെയ്യുക, എൻ്റെ പെങ്ങള് അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പോൾ അവനക്കും ആ ഒരു ഗതി. അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ കരുതരുത് പഠിച്ചോനെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പഠിച്ച റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യും കേട്ടോ. ഇങ്ങനെയുള്ള ഷെറിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ശരിക്കും വാഫി ഉസ്താദിന് വല്ലാത്തൊരു വിഷമമായി. അതെ, ശരിക്കും തന്നോട് വിവാഹം ചോദിച്ച അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. കാരണം എന്നോട് ദേഷ്യം പിടിച്ച വെച്ച് പെങ്ങളെ കെട്ടിച്ച് തരാൻ എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനത്തെ ഒരു വാശിയും കാര്യങ്ങളും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കും തന്നെ ഒത്തിരി ദേഷ്യം തോന്നി. എന്തപ്പോൾ ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തൊക്കെയോ പറഞ്ഞും ചെയ്തു. സാരമില്ല, പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യാം, കുഞ്ഞൊക്കെ റെഡി ആവട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ വാഫി ഉസ്താദിൻ്റെ മനസ്സിൽ പുതിയൊരു ചിന്ത വന്നു. അവൻ ചിന്തിച്ചു, റബ്ബേ, ആ നിമിഷം അവൻ ആലോചിച്ചു പോയത് അതാണ്. റഹ്മാനെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അവൻ ജീവിതത്തിലേക്ക് തിരിച്ച് നല്ല രീതിയിൽ വരികയാണെങ്കിൽ അല്ലാ, എൻ്റെ പൊന്നുമോൾ മിസ്രിയെ അവനെ കൊണ്ട് ഞാൻ കെട്ടിക്കും. അതെ ഇൻഷാ അല്ലാഹ്, അവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം സ്നേഹമുണ്ടെങ്കിൽ അത് നടക്കട്ടെ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുവിൻ്റെ അവസ്ഥ ഓർത്ത് വാഫി ഉസ്താദ് കരഞ്ഞു. എന്നാൽ അവൻ്റെ മനസ്സിൽ ആ ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു, അല്ലാ നിന്നെ സാക്ഷിയാണ് ഞാൻ പറയുന്നത് റഹ്മാനെ, അതെ എൻ്റെ കുഞ്ഞുവിൻ്റെ അസുഖമെല്ലാം മാറി തിരിച്ചു വരട്ടെ. എൻ്റെ പെങ്ങൾ മിസ്രിയ അത് ഓനക്കുള്ളത് തന്നെയാണ്. നമ്മുടെ വാഫി ഉസ്താദിൻ്റെ മനസ്സിലെ നെയ്യത്ത് അതായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.